ഓക്കെ, അപ്പോൾ ടർഫ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. യെസ്, T47 തന്നെയാണല്ലോ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഇരിക്കുന്നത്. No, they didn't do anything. It's because of people. Dog became like this bad. USA ജീവിക്കുന്ന നിനക്കേ ഇവിടുന്ന് നാടൻ കൂഷ്മാണ്ടി പട്ടികളുടെ കുത്തിക്കഴപ്പൊന്നും അറിയത്തില്ല. ഇവിടെ ഉള്ളവന്മാർക്ക് പ്രാന്ത എടുത്തങ്ങ് ചാടി ഓടി മനുഷ്യനെയും കടിച്ച്. പണ്ടെന്നെ നീല നിനക്കൊരു കാര്യം അറിയാവോ? പണ്ട് ഞാൻ ഇവിടെ ഒരു ഏറ്റം കയറിയാണ് ചായ കുടിക്കാൻ പോണ്ടേ. ഈ ഏറ്റം കയറുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എന്നും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടിയൊന്നുമില്ല, ഒരു മുതുക്കനാണ് അവൻ. എല്ലാ ദിവസവും ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചൊരു ദിവസം ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാതെ വന്നപ്പം അവൻ എന്റെ പുറകിനെ മണപ്പിച്ചു വരുക. എടാ നിക്കറി കയറി ഒരു കടി. ഞാൻ അതിനെ കുറിച്ച് ഓട്ടോ ഓടി കാല് തെറ്റി അടിച്ച് വീണ് ഉരുണ്ട് ഒരിടത്ത് നിന്ന് കാലടിച്ച് കാലിന്റെ പോയി. 4 ആഴ്ചയാണ് ഞാൻ ബാൻഡ് ചെയ്തിരുന്നത്. ടണലിന്റെ അകത്തൊക്കെ ആൾക്കാരുണ്ടോ? പട്ടിയെ എന്താ മന്ദാരം സാവൻ ഇച്ചാച്ചി നീലകണ്ഠൻ ശ്രീവാസ്രിയൽ അടങ്ങുന്ന നമ്മുടെ കോമൺ വെഹിക്കിൾ ഇറക്കാൻ പറ്റത്തുള്ളൂ. കൗണ്ട് 0. വാറിന് നമുക്ക് ഷിന്ന മെക്ക എന്തോളം ഇറക്കാം. അത് ഫിക്സ് സോൺ അടിച്ചിട്ട് ഐഡി അടിച്ചാൽ മതി. ആർക്കാണ് ബഗ്ഗായത് അവർക്ക്. അപ്പൊ അവര് അപ്പന്റെ ഐഡി അടിച്ചാൽ മതി. അല്ല, എന്റെ ഞാനത് ജസ്റ്റ് ചേംബറിൽസ് അല്ല, ഇത് ഏതാ റാഞ്ചോ അല്ലേ? ഹൈ ടർഫ്യൂ വൈ ഇത് ഓണാണേ. ബ്രാവനെയൊക്കെ പണ്ട് കാണുമായിരുന്നു. ബ്രാവൊക്കെ എന്ത് ക്യൂട്ടാണെന്ന് അറിയാവോ? ഇപ്പഴും ക്യൂട്ടാണ്. ഇവനാണ് ഞാൻ. അല്ല, ഇവനല്ല. ഞാനെന്താ ചെയ്യണ്ടേ? സംസാരമായി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ കണ്ടിന്യൂ ചെയ്യാം. 15 മിനിറ്റിൽ കണ്ടിന്യൂ ചെയ്യാത്ത സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായി. മനസ്സിലായോ? അത് ബേസിക് ആണ്. നീലും നമ്മുടെ എന്തുട്ടാ ഇത് ജയിക്കോ? നമ്മള് ജയിക്കും. യെസ്, അവരടിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് സിറ്റുവേഷൻ ആയിട്ട് എടുക്കണം. അല്ലാതെ എല്ലാവരും ഓ നീലനായിട്ട് ആസ്ട്രേലിയ ഇവിടെ. ഓ പക്ഷേ പാവം അവിടെ നിര്യാതനായിരിക്കുകയാണ്. കിടിലൻ ഒരു പിക്ക് ഓഫ്. അവിടെ ഓപ്പണിൽ ഇരുന്ന് കളിച്ച 2 പ്ലേയേഴ്സിൽ ഒരാളെ TV പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇൻഫ്ലുവൻസ് ഈസ് നൗ ഗോയിങ് ടു TVA. 12 പേര് TVA സോണിൽ, 11 ടോക്കിയോ. ഇവിടെയാണ് ഇൻഫ്ലുവൻസിന്റെ കളികൾ. സത്യം കേട്ടോ. ടോക്കിയോക്ക് ഈ ഒരു ഫാക്ടറി, ഈ ഒരു പൊസിഷൻസ് വിട്ട് അവർക്ക് താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇവിടുന്ന് ഈ സിറ്റുവേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇൻഫ്ലുവൻസ് ഓരോ 5 സെക്കൻഡിലും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടർഫ് തുടങ്ങി 4 മിനിറ്റ് പോലും ആവുകയില്ല, അതിനു മുന്നേ തന്നെ ടോക്കിയോക്ക് ഒരു പ്ലെയറിന് നഷ്ടമായിരിക്കുകയാണ്. സോ തിരിച്ച് ഒരു പിക്ക് എടുക്കാത്ത പക്ഷം ടോക്കിയോയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഓരോ 5 സെക്കൻഡിലും 2% വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായിരിക്കും ടോക്കിയോ ചെയ്യാൻ പോകുന്നത്? മേ ബി അവർ ആലോചിക്കുകയായിരിക്കും എന്ത് ചെയ്യണം ഇവിടെ, ഈ ഒരു സിനാരിയോയിൽ എന്ത് ചെയ്യണമെന്ന്. കഴിവുണ്ട് കേട്ടോ കമന്ററി പറയാനുള്ള. 11 വെടിവെക്കാൻ നോക്കുമായിരിക്കും. TVA ഈ ഒരു ഏരിയ റൊട്ടേഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവനെയൊക്കെ പറയാൻ ഞാൻ ആരാന്ന്. ഇവനെ നമ്മള് ആത്മബന്ധമാണേ നമ്മള് തമ്മി. നീലൻ POV കാണുന്നു. ടോക്കിയോയുടെ വണ്ടി ഇങ്ങോട്ട് വന്ന് കയറി കൊടുത്തിട്ടുണ്ട്, ലിമിയോന്റെ വണ്ടി. ബട്ട് അവിടെ അവരെ പിക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. TVക്ക് നല്ലൊരു AP പപ്പ ഗെയിം സൗണ്ട്. ഓ സോറി. ഹിൽ ക്രസ്റ്റ് വോൾഗ സെക്യൂരിറ്റി ചോദിക്കും വോൾഗയാണോന്ന്. ബ്രോ വോൾഗയാണ് ഷർത്ത് എന്ന് ചോദിച്ചാൽ
Yes, അപ്പോൾ കിടിലനൊരു പിക്കായിരുന്നു സ്റ്റീവിന്റെ സെല്ലിൽ നിന്ന് നമ്മൾ കണ്ടത്. ടോക്കിയോ തെക്കിന്റെ ടെക്സറോ തേവാരല്ലേ ടോക്കിയോ മ്യൂട്ട് അല്ലായിരുന്നല്ലേ? അതെല്ലാവർക്കും അറിയണം. ഗേറ്റഡ് കമ്മ്യൂണിറ്റി ടാറ്റോ ദ ബോൾക്ക നോക്സ് എസ്സി നറൂട്ടോ സൈറോട്ടിക്സ് ഇതെല്ലാം എന്തൊക്കെ പേരാണ് ഇവന്മാർക്ക് ഇട്ടോണ്ട് വരുന്നത്. ഞാൻ കളിച്ചപ്പോ ഇട്ടപ്പോ പേരത് ദാസപ്പൻ അപ്പാപ്പൻ എന്നും പറഞ്ഞ ഞാൻ എന്റെ ക്യാരക്ടറോടൊക്കെ ദ ബോട്ട് സൈറോട്ടിക്സ് സത്യം കേട്ടോ. നമ്മളൊക്കെ ക്യാരക്ടർ ഉണ്ടാക്കിയുള്ള കോമഡിയായിരുന്നു. ഇവന്റെ പേര് അവന്റെ ഒരു അപ്പാപ്പൻ പരുന്തുവാസു. ഇപ്പോഴത്തെ പിള്ളേരുടെ വായിക്കാൻ കൊള്ളാത്ത പേരാണ്. യോറിച്ചി കക്കാടയോ യോറിച്ചി കക്കാടോ. നമ്മുടെ എങ്ങനെ പിള്ളേരുടെ തന്നെ പേര് കേട്ടോ എളുപ്പം. ജോഗ്രു, മോബി, നീലൻ, നീല്, സാവേജ്. അല്ലല്ല തൃക്കാക്കട ശിവരാജു. തൃക്കാക്കട ശിവരാജു ആനയുടെ പേരല്ലേ? കരൺ സിനാരിയോ ടോക്കിയോ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ വീണ്ടും ഫാക്ടറിയിലോട്ട് ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. അടുത്തൊരു സോണ് നോക്കിയിട്ട് അടുകാടോ റിസ്, തെക്കിന്റെ തേവർ, യോറിച്ചി. ഞാൻ തെറിയായിപ്പോ മാറ്റിയാണ് വിളിച്ച്. കക്കടൻ ശിവു ആണ് എന്റെ ആർപിന്. എടാ എല്ലാരും ഫോളോ അടിക്കണേടാ ഉള്ളവര്. തൃക്കാക്കര എടാ നീല അല്ല നീലേ ടർഫിന്റെ മുന്നേ മറ്റേ ഇത് റേഡിയോ ഇഷ്യൂ ഇല്ലേ? ആന എങ്ങ് വാങ്ങിച്ചാലോ? റേഡിയോ ഭയങ്കര പ്രശ്നമാണ്. റേഡിയോ ഇന്ത്യൻ വോയിസും വർക്കിംഗ് അല്ല. സോ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. കാരണം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ മറ്റേ VC കളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞാൻ ഈ പാമ്പിനെ വാങ്ങിച്ചാലോന്നായിരിക്കോടാ. ബ്ലാക്ക് മറ്റേ പ്ലാറ്റിനം പൈത്തണോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഞാനത് വാങ്ങിക്കാൻ പോടാ. അത് വേറെ സെക്കാ നിനക്ക് ആനയെ പരിചയമുണ്ട്? തൃശ്ശൂരാണ് നീ? ഈ ആനയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ കിട്ടും? ടയർ പഞ്ചറായിട്ടുണ്ട്. ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ടോക്കിയോ. അവരുടെ തലയ്ക്ക് ഒരു ആനയെ കെട്ടാം താഴെ ബേസ്മെന്റ് പിറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കൊടുക്കണ്ടേ? പഴം കൊടുത്താൽ പോരാ. സോൺ ഷിഫ്റ്റ് ടോക്കിയോക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത്. സോൺ ഷിഫ്റ്റ് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ടോക്കിയോ തിരിച്ച് പോസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തീവേക്ക് വീണ്ടും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫാക്ടറി അണലിയൊന്നും വേണ്ട. ഞാൻ പാമ്പിനെ വാങ്ങിക്കോളാം. പാമ്പിനെ വാങ്ങിക്കോ. ഞാൻ കാണിച്ചത് ഏതാണ് ഫാക്ടറി ഈ ഏരിയ ഒരു പട്ടീനെ മേടിക്കാണു. ഈ പട്ടിയൊക്കെ ഭയങ്കര കോമൺ അല്ലേടാ. കേറിക്കൊണ്ടിരിക്കുകയാണ്. സാമാനം കുറച്ച് പിടിച്ചോണ്ട് എന്താണ് തീവേക്ക് ചെയ്യാൻ പറ്റുന്നത്? അവർക്കൊരു പിക്ക് എടുക്കാൻ സാധിച്ചു. അവരെന്താണ് വണ്ടി അവിടെ പിറ്റ് ടോക്കിയോ. അത് ചെറിയ സ്പേസ് മതിയില്ലേ? ഈ ഒരു സോൺ പൊസിഷൻസ് അവര് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ടോക്കിയോ തിരിച്ച് ആ ഒരു ഫാക്ടറിയിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ അതേസമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ടോ? പണ്ട് അടിക്കാൻ ഇതൊക്കെ ഈ സാധനം കണ്ടോ? വന്ന് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഈ സാധനമാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കി എവിടെ ഇരിക്കുന്നുണ്ടോ? പൊളന്നിരിക്കുന്നുണ്ടോ അവൻ? ഇത് വെനമസ് അല്ല. അതൊക്കെ ഒരു കാലം ഉണ്ടാവത്തില്ല. തോട് മാറുന്നുണ്ട്. നോക്കിയിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല ഷിൻസുനെ മേടിച്ചാൽ മതി. ഷിൻസോ നമ്മള് പഴഞ്ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ? പഴഞ്ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ? എനിക്ക് അത്ര പഴക്കല്ല. അതുകൊണ്ടാ അത്ര പഴക്കമില്ലല്ലേ? വേണ്ട വേണ്ടത് പാമ്പല്ല ചേരയോ? ചേരയാണോ? ചേര. എന്തുവാടാ നിനക്ക് വയ്യേ? ഷിൻസു തെറ്റി പറഞ്ഞ ചൊറിയത്തില്ലടാ. നാക്ക് എറിയത്തില്ലേ?
അല്ല പപ്പുണ്ട് അവിടെ നിന്ന്. എന്തായി എന്തുവായി ഇതെന്തായി വൺ ഡൗൺ ഒരു ഡൗൺ ഇത് ഒരു അപ്പുറത്തോട്ട് തന്നെ എടുത്ത് Next നമ്മള് step സ്റ്റീവ് ആദ്യം തന്നെ കളി തുടങ്ങുന്നതിന് മുന്നേ ഒരുത്തിനെ എടുത്ത് കളിക്കണം ടർഫ് കളിക്കണം. നമ്മളിപ്പോ ഇതാക്കിയിരിക്കണോ? 11 നിൽക്കും അല്ല നമ്മളാരും ചത്തില്ല. അവിടെ അവർക്ക് സോങ് കിട്ടിയതിന്റെ പക്ഷെ അവർക്ക് സോൺ കിട്ടിയിട്ടുണ്ട്. സോൺ ഷിഫ്റ്റ് യെസ്. ഫസ്റ്റ് സോൺ അവർക്കാ. ആള് കൂടിയിട്ട് അവിടെ കളിക്കാൻ ഉള്ളവർക്ക് സ്ഥലം കിട്ടുന്നില്ല. അപ്പൊ ഞാനായിട്ട് നീ ചന്ദ്ര എവിടെയാ? വെറുതെ ഒരാടെ സ്ലോ ഞാൻ കളിക്കാം. നിങ്ങൾ ഇത് സ്പെക്ട് ചെയ്തോ. ഞാൻ അങ്ങോട്ട് ഇത് വാർ കാണണം എന്നുള്ളവരെ ഞാൻ ഒരു ആർപിയുടെ പുറകെ. അതെന്തോടാ മറ്റേ സീനാണോടാ ആർപി? പിന്നെ ഒരു സീൻ കേട്ടോ വിഷയം. നമ്മള് 2 വണ്ടി എടുത്തിട്ട് വീഡിയോ രേഷ്മക്കുട്ടി എന്തൊരു പേരടാ ഇവന്മാരുടെ ഒക്കെ ടിവിയൊക്കെ അടിക്കാനും വയ്യ. അല്ല ടിവിയൊക്കെ അല്ല സോറി ടിവിയൊക്കെ എടുത്ത് കൊടുത്തപ്പോ ഈ പറഞ്ഞ രേഷ്മക്കുട്ടി എന്നെ ഇവിടെ ഇരുന്ന് ആർപ്പ് കൊടുത്തിട്ടുണ്ട്. മറന്നു പോകരുത്. എന്തുവാടാ നീയൊക്കെ ഏജ് ഓവർ ആയി ബ്രാവോ. നമ്മളൊക്കെ ഏജ് ഓവർ ആയി. പിള്ളേര് കളിക്കട്ടെ മെയിൻ ലൈനപ്പിലൊക്കെ. സോണിന്റെ കളർ മാറ്റി എപി സോണിന്റെ എന്തുകൊണ്ടാ ഇത് മൊത്തം നിങ്ങൾ ഇത് പണിത് കുളമാക്കി വെച്ചേക്ക് വന്നല്ലോ. ഇത് പോയോ ചന്ദ്ര നമ്മളും പീഡിയിൽ കറക്റ്റാ. ഇല്ല എപി ഫുള്ള് ചാടി ചാവലായിരുന്നു. ഓഹോ എടാ ഈ ബ്രാവോ പണ്ട് PvP നല്ലോണം കളിക്കുവായിരുന്നോടാ? ഇപ്പൊ പിള്ളേരൊക്കെ കാര്യമായിട്ട് മോനെ പണ്ടും ഗൺ പവറിന്റെ പേരിലല്ല കുട്ടാ. ഇല്ലെന്നങ്ങ് പറയടാ. സത്യം സത്യം PvP കിങ് ആയിരുന്നു ബ്രാവോ. ഇപ്പൊ കുറച്ച് വിരമിച്ചതാ. IGL-ആയിരുന്നു ബ്രാവോ. എക്സ്പീരിയൻസ് ഇപ്പൊ വിരമിച്ചവൻ. വായിച്ചാ മതി മനസ്സിലാവും. അതായത് പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാ മതി മനസ്സിലാവും. പോയിട്ടോ ഞാൻ കളിക്കാറുണ്ട് കേസ് നല്ലോണം കളിക്കാറുണ്ട്. IGL-ആയിരുന്നു KVയുടെ. സോൺ ഇറ്റാച്ചിക്ക് സോൺ കൊടുക്കണോ? എടാ ഫിക്സ് എന്താ ഓക്കേ. ടിവിയുടെ 11 പ്ലേയേഴ്സ് ടോക്കിയുടെ 9 പ്ലേയേഴ്സ്. ടോക്കിയുടെ ഇൻഫ്ലുവൻസ് 14% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവരവിടെ ഇരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അവരുടെ ഇൻഫ്ലുവൻസ് ടിവിയെ കുറച്ചോണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ടിവിയിലോട്ട് കയറി തുടങ്ങും. പിന്നെ ഒരു അറ്റ ഒരു മൂലയെ കിട്ടിക്കഴിഞ്ഞാൽ ടിവിക്ക് സോണ് കീപ്പ് ചെയ്യാൻ പറ്റും. റീബിൽഡ് ആവുന്ന സമയത്ത് അവനായിരുന്നു IGL. അറിയാം. അയ്യോ എന്റെ തോള് ലോക്കായി കേട്ടോ. ഉണ്ടോ എന്റെ അപ്പൊ സൗണ്ട് കുറവ്. ഞാൻ സൗണ്ട് അതായത് ഇൻഫ്ലുവൻസ് ടിവിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓ ടോക്കിയോ ഒരു പ്ലെയർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു സ്പ്രേ, ഈ ഒരു ആംഗിൾ നല്ലൊരു സ്പ്രേ ചെയ്തിട്ടുണ്ട്. ജുഗുറു സ്പോട്ടിൽ നിന്ന് വന്നു. കറണ്ട് ഇൻഫ്ലുവൻസ് ടിവിയുടെ കയ്യിലാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് കളി മാറ്റിമറിക്കാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഫോർ മിനിറ്റ് 10 സെക്കൻഡ് മതി 0 to 100 അല്ലേ? അത് അങ്ങനെ ആക്കിയേക്കുന്നേടാ. കാരണം ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഇൻഫ്ലുവൻസ് ബേസിസിൽ കളി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ? അപ്പം എല്ലാം നോക്കി കളിക്കണം, അതല്ലേ നല്ലത്. ഓക്കെ ടോക്കിയോ ഒരു അഗ്രഷൻ കാണിക്കുന്നുണ്ട്. നല്ലൊരു അഗ്രഷൻ ടോക്കൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് നല്ലൊരു അഗ്രഷൻ അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടിവിയെ ഒരു സൈഡിലോട്ട് കോർണർഡ് ആയിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ. പക്ഷേ ടിവിയുടെ ലെഫ്റ്റ് ആംഗിൾ ആണിത്. നമ്മള് വണ്ടി കവറിട്ട് ഇങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞാൽ യുവമാരെടുത്തിട്ട് പണ്ണും. ഈ നമ്മളെ പിള്ളേരെടുത്തിട്ട് കളിക്കും യുവമാരെ. 2 വിക്ക് അവിടെ സ്റ്റീവ് പോകുന്നു. സ്റ്റീവ് അടിക്കാൻ പോകുന്നു. നല്ലൊരു കവർ ടോക്കിയോക്ക് കിട്ടുന്നുണ്ട്.
ദ ബോട്ട് അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്, ലെഗ്സ് അവിടെ സ്പ്രേ Savage കറങ്ങി പോണു, right. ചെയ്തിട്ടുണ്ട്. Savage കിട്ടും, Savage കിട്ടും, Savage കിട്ടും. നല്ലൊരു Savage ടാർഗറ്റ്, പക്ഷേ കിട്ടി. finish off ചെയ്യാൻ സാധിക്കുമോ ഓ സാവേജിന്? അമ്മ ചത്തടാ. സാവേജ് ഇല്ല അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ കവർ. ലിബിയോടെ കിട്ടിയില്ല, പക്ഷേ ദ ബോട്ടിന്റെ ചത്ത്, പുറകിലാണ് ഇപ്പോ ചത്ത്, പോകുന്നത്. ചത്ത്. കിട്ടി. സാവേജ് low ആക്കി, പക്ഷേ അയ്യോ ജൂഡോ എടുക്കടാ. എടാ രണ്ടച്ച് വീടാ വണ്ണച്ചാ സാവേജ് എടുത്ത്. സാവേജ് വെള്ളത്തിൽ വീണു. അയ്യോ രണ്ടാമത്തെ finish മണച്ച് സാവേജ് വീട്ടിൽ പടിയിടാ. അടുത്തവനും തീർന്നു. ബോട്ടിനെ നീലന് കൊണ്ടുപോയി. നീലനടിച്ച്. ടേബിലെടുത്ത് ടേബിലെടുറാ. എടാ ഇവന്മാർ എന്തിനാണ് ഇങ്ങനെ വന്ന് പുഷ് ചെയ്തോണ്ടിരിക്കുന്നേ? വാറ് കളിക്കുന്നവന്മാര്. അഗൂഡോ റിസിനെ ഇപ്പൊ ഇവര് കേറി അടിക്കുമെന്ന് തോന്നുന്നു. ജൂഡും എടാ എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം ഡാ. ആ ഒരു എല്ലാവർക്കും പോക്കറിട്ടാണ് തോന്നുന്നത്. ജൂഡോ എടുക്കടാ. Let's go, get ready ടാ. എടാ എന്തുവാടാ പാവം പിടിച്ചവൻ. അവൻ സാൻവിച്ചടാ അവൻ നിന്നു കൊടുത്തത് അവസാനം. ആംഗിൾ നോക്കുവാണെങ്കിൽ ജുഗുറു പക്ഷെ അവര് മുകളിൽ ആൾക്കാരുണ്ട്. അഗൂഡോ റിസ് വീട് കത്തില്ല. ഇനി 5 പേരെ ഉള്ളത്. ഓക്കെ അപ്പൊ ഇവിടുന്ന് നാല് ജുഗുരു നാല് നീലനൊക്കെ പേര് ഫ്ലോലെസ് അടിക്കൂടാ. അവര് കേറി കളിക്കും, അവര് കേറി കളിക്കും. അവരിനി പറഞ്ഞില്ല പുഷ് ചെയ്യുക. നല്ലൊരു ടാഗ് ഹിഷാം ബായിക്ക് കിട്ടി. മോബി അടുത്ത് വെക്ക്. മോബി ഇവിടുന്ന് ഒരു പുഷ്. അവന്മാര് കാണിച്ചത് മണ്ടത്തരം കേട്ടോ. സെസ്കി ടാറ്റോ ഡേയ്, ഡേയ്, ഡേയ്. നല്ലൊരു flawless പോയി. കിടിലൻ കളി തന്നെ നമുക്ക് കാണാൻ ഫ്ലോലെസ് സാധിച്ചു. പോയടാ. അങ്ങനെ ടോക്കിയോ ഓൾ ഡൗൺ ആയിരിക്കുകയാണ്. അല്ല ടോക്കിയോ 2 പേരുണ്ടെന്ന് കാണിക്കുന്നത്. ഇവിടുന്ന് പോയാൽ മതി. ഒരു ചത്ത് എടുക്കാം. ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റാഞ്ചോ വരാനില്ലല്ലോ. ഞാൻ അറ്റാക്കിങ് വിളിച്ചിട്ട് ചർഫ് കിട്ടിയില്ലടാ നമുക്ക് അറ്റാക്കിങ്. ഓക്കെ അപ്പം ഫോർ ദ ടൈം ബീയിങ് ഞാനാണ് റാഞ്ചോ ഐശ്വര്യ. ഹാസ് ബീൻ ക്യാപ്ചർഡ് ബൈ ടിവിഎ. point തരാം, point തരാം. ഓ 4 ലക്ഷം പോയിന്റ് എന്റെ മോനെ. ഇത് ഒറ്റടിക്ക് എല്ലാവരും അവിടെ പോയെ അങ്ങനെ പോയതാണോ? അല്ല ഞാൻ വലിച്ചതാ. ആണല്ലേ ഒറ്റയടിക്ക് വലിക്കാൻ പറ്റും. BR കൊടുക്കട്ടേടാ. G gang. അയ്യോ 4,91,000. ചൂസ് ഔട്ട്കം കൊടുക്കട്ടെ. ഞാൻ ടോക്കിയോയിലോ ടി വി എന്നിട്ട് പിന്നെ ഇതങ്ങാണ് അബദ്ധത്തി ഇതങ്ങാണ് ഞാൻ ടോക്കിയോക്ക് മാറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഇവിടെ തന്നെ. ഇത് ഞാൻ ഈ ധൈര്യം കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചത്. മെയിൻ എന്താ ഇല്ലാത്ത മെയിനില് ഇതാണ് മെയിൻ ഇവിടെ കേട്ടോ. എനിക്ക് എല്ലാവർക്കും കിട്ടിയല്ലോടാ പോയിന്റ്. സാവേജ് ഡൗൺ ആണെന്നോ? നമുക്ക് കിൽ ഹിസ്റ്ററി നോക്കാം. സാവേജ് ഡൗൺ ആയി. എടാ അവര് കാണിച്ച മണ്ടത്തരമാടാ അത് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് അറിയത്തില്ല ബേസിക്കലി. എന്തോ അല്ല അവന്മാർ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ടോക്കിയോ. ഇതില്ല അല്ല അത് അവരെ റൈറ്റ് ആംഗിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ അടിക്കാന്ന് വിചാരിച്ച് അവർക്ക് push റൈറ്റ് ആംഗിൾ ചെയ്തതാ. അവർക്ക് ഒരാൾ right ഡൗൺ angle. അല്ലേ ആ, ആ. കാരണമല്ല ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടി ഓൾറെഡി. ഫ്ലോലെസ് പോയല്ലോടാ. മോബിയാ ചത്ത.